ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇലക്ട്രൽ ബോണ്ട്സ്, സഖി, ഡെങ്കു, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ഡീപ് ടെക്, ഇൻക്രീസ്ഡ് ഗ്ലോബൽ സീ സർഫേസ് ടെമ്പറേച്ചർ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രൽ ബോണ്ട്സിനെ കുറിച്ചാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതി റദ്ദാക്കിയതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസുകൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് നേരത്തെ ഇത് മാർച്ച് 6 ആകുമ്പോഴേക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ ഒരു ഹിയറിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പബ്ലിഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ സുപ്രീം കോടതി പുതിയൊരു ഡയറക്ഷൻ SBIക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിനകത്ത് ഒരു തരത്തിൽ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടുള്ള ഫണ്ടിങ് ഒഴിവാക്കാനും അത് പ്രോപ്പർ ചാനൽസിലോട്ടുള്ള ഫണ്ടിങ് വരുത്തുന്നതിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനകത്തുള്ള കള്ളപ്പണത്തിന്റെ ഇൻവോൾവ്മെന്റ് മാക്സിമം കുറക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് 2017-18 ബഡ്ജറ്റിൽ 2017 മാർച്ചിൽ 2017-18 ബഡ്ജറ്റിന്റെ സമയത്ത് 2017 അന്നത്തെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ സമയത്താണ് 2017-18 ഫിനാൻസ് ബില്ലിന്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം അവതരിപ്പിക്കുന്നത്. അത് പക്ഷെ നടപ്പിലാക്കുന്നത് 2018 അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം അനുസരിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിന് 2000 രൂപയിൽ കൂടുതൽ ഉള്ള കോൺട്രിബ്യൂഷൻസ് ഇലക്ട്രൽ ബോണ്ട് ആയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും ഇതിന്റെ സോൾ ഇഷ്യൂർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെലക്ടഡ് ബ്രാഞ്ചസിലൂടെ മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുള്ളൂ. അത് വർഷത്തിൽ 4 പ്രാവശ്യമായിട്ട് 10 ദിവസം വരെ വെക്കുന്ന ഒരു വിൻഡോയിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് ബെയറർ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ആരാണത് കൈവശം വെക്കുന്നത് അവർക്കാണ് അതിന്റെ അധികാരമുള്ളത്. ഇതിനകത്ത് ഡോണറുടെ പേരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 1000, 10000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നീ ഡിനോമിനേഷൻസിലാണ് ഇലക്ട്രൽ ബോണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് പ്രോപ്പർ ബാങ്കിങ് ചാനൽസിലൂടെ മാത്രമേ KYC നോംസ് അനുസരിച്ച് മാത്രമേ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. അതായത് ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള SBIയുടെ ബ്രാഞ്ചിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കണമെങ്കിൽ അത് ചെക്ക് കൊടുത്തോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറിലൂടെയോ മാത്രമേ അത് വാങ്ങിക്കാൻ പറ്റൂ. വാങ്ങിക്കുന്ന ആള് അവരുടെ KYC നോംസ് കംപ്ലൈ ചെയ്തിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, ഇന്ത്യയിലെ 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, RBI ആക്ട്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട് എന്നീ നിയമങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെന്റ് അന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ബോണ്ടുകൾ വൺസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി 15 ദിവസമാണ്. അപ്പോൾ ഈ 15 ദിവസത്തിനകത്ത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഈ ബോണ്ട് കൈമാറണം. ആ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ഇത് ക്യാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും പറ്റില്ല. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ സെക്ഷൻ 29A അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം തൊട്ട് മുമ്പത്തെ ലോക്സഭാ ഇലക്ഷനിലോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിലോ അറ്റ്ലീസ്റ്റ് 1% അതായത് ടോട്ടൽ പോൾഡ് ആയിട്ടുള്ള വോട്ടിന്റെ 1% കിട്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന് മാത്രമേ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സഖി ആണ്. സഖി എന്ന് പറയുന്നത് ഇപ്പോൾ ISROക്ക് വേണ്ടിയിട്ട് ISROയിലെ ഗഗൻയാൻ മിഷനിൽ പോകുന്ന ആസ്ട്രോനട്ടുകൾക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് VSSC അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ റീസെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിപർപ്പസ് ആപ്ലിക്കേഷനാണ് സഖി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 5 ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സഖിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളേജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്നാണ് സഖിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതൊരു മൾട്ടിപർപ്പസ് ആപ്പാണ്. ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ISROയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗഗൻയാൻ സ്പേസ് മിഷനകത്തുള്ള ആസ്ട്രോണറ്റ്സിനെ സഹായിക്കുക, അവരുടെ സ്പേസ് ഫ്ലൈറ്റിനകത്ത് അവരെ സഹായിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വൈറ്റൽ ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്, ഈ ആസ്ട്രോനട്സിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷന്, അവരുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ അവർക്കുള്ള ഡയറ്ററി ഷെഡ്യൂൾസിനകത്ത് അസിസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സഖി ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡെങ്കുവിനെ കുറിച്ചാണ്. അപ്പോൾ ഡെങ്കുവിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഈ ഡെങ്കുവിന് വേണ്ടിയിട്ടുള്ളൊരു വാക്സിന് 2026 ആകുമ്പോഴേക്കും മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ
ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത്തരത്തിലൊരു ക്ലെയിം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് അവർ ഈ പറയുന്ന ഈ വാക്സിനേഷൻ്റെ അസസ്മെൻറ്റ് ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും അത് 2026 പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആവും എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ സിക്ക വൈറസ്, അതുപോലെ തന്നെ ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നുള്ള അസുഖങ്ങൾക്കും ഈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വാക്സിൻസ് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ശ്രമിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഡെങ്കു ഫീവറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡെങ്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മോസ്കിറ്റോ ബോൺ ട്രോപ്പിക്കൽ ഡിസീസാണ്. നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലുള്ള ഒരു മോസ്കിറ്റോ ബോൺ ഡിസീസാണ്. ഡെങ്കു വൈറസ് ആണ് ഈ ഡിസീസിന് കാരണമാകുന്നത്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഫീമെയിൽ മോസ്കിറ്റോസ് നമ്മളെ കടിക്കുമ്പോഴാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഈ ഏഡിസ് എന്ന് പറയുന്ന ജനസിസിൽ പെടുന്ന ഒരു ഫീമെയിൽ മോസ്കിറ്റോ ആണ് ഇതിന് കാരണമുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഏഡിസ് ഈജിപ്തി എന്ന് പറയുന്നൊരു വിഭാഗത്തിൽ പെടുന്ന ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് അതിനുള്ള വെക്ടർ ബോൺസ് ആയിട്ട് മാറുന്നത്. ഇനി ഇത് പലപ്പോഴും അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അസുഖമാണിത്. ഇതിൻ്റെ സിംറ്റംസ് ഒരു 3 മുതൽ 14 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ പുറത്ത് വരാറുള്ളൂ. സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫീവർ, അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്സ്, അതുപോലെ തന്നെ കണ്ണിൻ്റെ ബാക്ക് ഭാഗത്തുള്ള വേദന, അതുപോലെ തന്നെ സിവിയർ ബോൺ ജോയിൻ്റ് ആൻഡ് മസിൽ പെയിൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇനി ഈ ഡെങ്കുവിന് നിലവിലെ അവസ്ഥയിൽ പ്രത്യേകിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റെജീം ഒന്നുമില്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഡെങ്കുവിനില്ല. അപ്പോൾ ഈ ഡെങ്കു വാക്സിന് അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഡെങ്കു വാക്സിൻ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് US-ലാണ്. അപ്പോൾ ഒരു US-ൽ ഡെങ്കു വാക്സിൻ CYD-TDV അല്ലെങ്കിൽ ഡെങ്കു വാക്സിയ എന്ന് പറയുന്ന ഒന്ന് US-ലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ FDA 2019 അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ US-ൽ ആദ്യമായിട്ട് റെഗുലേറ്ററി അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ഡെങ്കു വാക്സിൻ ആണ് ഇത് ഡെങ്കു വാക്സിൻ CYD-TDV എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ചാണ്. സോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഒരു സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ഒരു കാര്യം ഇടക്കാലത്ത് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസസ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് ഗ്രാൻഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം പ്രപ്പോസൽ ഇടക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോഴും നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 7 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തീർപ്പാക്കുക, കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെ തീർപ്പാക്കുക എന്നുള്ളതാണ് ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ പർപ്പസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 2010 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിലവിൽ വരുന്നത്. സോ ലോകത്തിൽ ഇത്തരത്തിൽ ന്യൂസിലാൻഡിനും ഓസ്ട്രേലിയക്കും ശേഷം ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇത്തരത്തിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടൊരു ബോർഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 3ാമത്തെ ലോകരാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ ജുഡീഷ്യൽ മെമ്പേഴ്സും കുറച്ച് എക്സ്പേർട്ട് മെമ്പേഴ്സും ഉണ്ടാവുക. ജുഡീഷ്യൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിമാരായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എക്സ്പേർട്ട് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ്. അതുപോലെ തന്നെ ഇവരൊരിക്കലും റീ അപ്പോയിൻമെന്റിന് എലിജിബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഡൽഹിയിലാണ്. ഇത് കൂടാതെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മറ്റു പല പ്രദേശങ്ങളായിട്ട് ഇവർക്ക് റീജിയണൽ ബെഞ്ചസ് ഉണ്ടെന്നും അറിഞ്ഞിരിക്കും. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡീപ് ടെക് ആണ്. സോ ഡീപ് ടെക്കിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. കൺസൾട്ടേഷൻ ഓൺ ഡീപ് ടെക് പോളിസീസ് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ സെക്രട്ടറി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡീപ് ടെക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡീപ് ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിനെയാണ് ഡീപ് ടെക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഇതിന് ഇത്തരത്തിലുള്ള ടെക്നോളജീസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സയൻറ്റിഫിക് റിസർച്ചും എഞ്ചിനീയറിംഗ് ഇന്നോവേഷനൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നായിരിക്കും ഈ ഡീപ് ടെക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡീപ് ടെക്കിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ചെറിയ കമ്പനികൾക്കൊന്നും ഇതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല. കാരണം വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം ഉണ്ടാവും.
ഇതിനകത്ത് ഇത് സക്സസ് ആകുമെന്നുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ആണ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ കടന്നുകൊണ്ട ഒന്നാണ് ഡീപ് ടെക്. ഇപ്പോൾ നാനോ ടെക്നോളജി, ബയോ ടെക്നോളജി, ക്വാണ്ടം ടെക്നോളജീസ്, സെമി കണ്ടക്ടേഴ്സ്, ഡാറ്റ സയൻസ്, 3D പ്രിന്റിംഗ് ഒക്കെ പോലുള്ള മേഖലകളിലുള്ള ടെക്നോളജീസിനെയാണ് നോർമലി ഡീപ് ടെക് ടെക്നോളജി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലോകത്തിൽ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇത്തരത്തിലുള്ള ഡീപ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റിലൂടെ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ച്, ഫുഡ് സെക്യൂരിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എന്നീ മേഖലയിലൊക്കെ ഡീപ് ടെക്നോളജിക്ക് വലിയ ഇതിലുള്ള കോൺട്രിബ്യൂഷൻസ് മേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള പോളിസി ഫ്രെയിംവർക്ക് ഇല്ലാതെ ഇതിനകത്ത് ഒരു രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻക്രീസ്ഡ് ഗ്ലോബൽ സർഫേസ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഗ്ലോബൽ സീ സർഫേസ് ടെമ്പറേച്ചർ ആണ്. സോ നമ്മുടെ ലോകത്തിലുള്ള സീ സർഫേസ് ടെമ്പറേച്ചർ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ വലിയ ഇതിൽ വർദ്ധിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു വാർത്ത അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്ലെയിൻഡ് പേജിനകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓഷൻ ഹാവ് എ ഫീവർ, ഹിയർ ഈസ് വൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ അനുസരിച്ച് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഈ സീ ഫ്ലോറിൽ അല്ലെങ്കിൽ സീ സർഫേസിൽ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സീ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കടലിൻ്റെ ഏറ്റവും മുകൾ തട്ടി കിടക്കുന്ന ജലമാണ് സീ സർഫേസ് എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫെബ്രുവരി 2024 ഏകദേശം 21.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ഹയസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സീ സർഫേസിൻ്റെ ടെമ്പറേച്ചർ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഒന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനാണ്. സോ നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ വർദ്ധിക്കും തോറും സ്വാഭാവികമായിട്ടും അത് നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കാൻ കാരണമാകും. അപ്പോൾ ഈ വർദ്ധിക്കുന്ന ചൂടിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ചൂടിൻ്റെ ഏകദേശം 90% അബ്സോർബ് ചെയ്യുന്നത് കടലുകളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ജലാശയങ്ങളാണ്. മെജോറിറ്റിയും കടലുകളാണ്. അപ്പോൾ ഇതൊരു കാരണമാണ്. പിന്നെ മറ്റൊന്ന് എൽനിനോ പോലുള്ള പസഫിക് ഓഷനിലൊക്കെ ഉണ്ടാകുന്ന എഫക്റ്റുകൾ, അതുപോലെ തന്നെ സഹാറ ഡസ്റ്റിൻ്റെ റിഡക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ കുറവും ഒരു കാരണമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സഹാറ ഡെസേർട്ടും സീ ലെവൽ ഈ പറയുന്ന സീ സർഫേസിലുള്ള ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹാറ മരുഭൂമിയിലൂടെ വീശിയടിക്കുന്ന വലിയ കാറ്റുകൾ കാരണം സഹാറയിൽ നിന്ന് ഡസ്റ്റ് ഈ അറ്റ്ലാന്റിക് ഓഷൻ്റെ ഒക്കെ മുകളിൽ ഒരു ആവരണം പോലെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അറ്റ്ലാന്റിക് ഓഷനിലേക്ക് വരുന്ന സൺലൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് തന്നെ തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ ഡസ്റ്റ് ക്യാരി ചെയ്യുന്ന ഈ വിൻഡുകൾ ഇപ്രാവശ്യം വളരെ വീക്കറായിട്ട് മാറിയതുകൊണ്ട് തന്നെ ഈ ഒരു ഡസ്റ്റിൻ്റെ ഷെയ്ഡ് അറ്റ്ലാന്റിക് ഓഷന് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടും ഈ സീ സർഫേസിനകത്തുള്ള ടെമ്പറേച്ചർ വർദ്ധിക്കാൻ കാരണമായിട്ടെന്ന് പറയാം. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മറീൻ ഇക്കോസിസ്റ്റത്തിനകത്ത് വലിയ ഇതിലുള്ള ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇത് കാരണമാകും. കാരണം ഇപ്പോൾ ഈ പറയുന്ന മറീൻ ഇക്കോസിസ്റ്റത്തിനകത്തുള്ള ഫുഡ് ചെയിൻ ഇത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. അതിനകത്തുള്ള പ്ലാന്റുകൾ, ആനിമൽസിന് ഇതിനൊക്കെ ഇത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറീൻ ഹീറ്റ് വേവുകൾ അല്ലെങ്കിൽ MHWs ക്രിയേറ്റ് ചെയ്യാൻ ഇത് കാരണമാകും. അതായത് വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു പീരിയഡിൽ ഒരു നമ്മുടെ ഓൺ ആൻ ആവറേജ് ഉള്ളതിനേക്കാട്ടിലും 3 to 4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് മറീൻ ഹീറ്റ് വേവ് എന്ന് പറയുക. ഇത്തരത്തിൽ മാരിടൈം സെക്ടറിൽ ഇങ്ങനെ വരുമ്പോഴാണ് മറീൻ ഹീറ്റ് വേവ് എന്ന് പറയാം. സോ അപ്പോൾ അത് വരാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് അത് കോറൽ ബ്ലീച്ചിങ്ങിന് കാരണമാകും. അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ഈ വെള്ളത്തിൻ്റെ ചൂട് കൂടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനുള്ള വെള്ളത്തിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ അത് ഓഷ്യൻ അസിഡിഫിക്കേഷനും അതുപോലെ തന്നെ ഓക്സിജൻ ഡിപ്ലേഷനൊക്കെ കാരണമാകും. അത് സ്വാഭാവികമായിട്ടും സീ ലെവലിനകത്തുള്ള എക്കോസിസ്റ്റത്തിന്, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. മീനുകളൊക്കെ ചാവാനും അതുപോലെ തന്നെ ഈ പറയുന്ന കടലിനകത്തുള്ള സസ്യങ്ങളൊക്കെ മരിച്ചു പോകാനൊക്കെയുള്ള സാധ്യത ഇത് കാരണം വളരെയധികം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.